ഇതാ അബ്ദുൾ റഹീം, നമ്മൾ ആരെയാണോ കാത്തിരുന്നത്, അബ്ദുൾ റഹീം ഇതാ കൈകൾ വീശിക്കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാ 2 പതിറ്റാണ്ട് കാലത്തെ ജയിൽ വാസം അത് പൂർത്തിയാക്കിക്കൊണ്ട് അബ്ദുൾ റഹീം ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ എല്ലാവരും ചേർന്ന് റഹീമിനെ സ്വീകരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ കോടമ്പുഴയിലെ വീട്ടിലേക്ക് പോകും, അമ്മയെ കാണുമെന്നതാണ്. ഇതാ സന്തോഷം, ഏറെ സന്തോഷം, ആനന്ദാശ്രുക്കളോടുകൂടിയാണ് അബ്ദുൾ റഹീം പുറത്തേക്ക് വരുന്നത്. കൈകൾ വീശുന്നുണ്ട്, കണ്ണുകൾ നിറഞ്ഞതായാണ് കാണുന്നത്. ഈ 2 പതിറ്റാണ്ടായി കാത്തിരുന്ന ഒരു നിമിഷം ഇതാ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അബ്ദുൾ റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനി നേരെ നാട്ടിലേക്കാണ് പോവുക. റഹീമിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തുനിന്ന നിയമസഹായ സമിതി പ്രവർത്തകരും നാട്ടുകാരും എല്ലാ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചേർന്ന് അബ്ദുൾ റഹീമിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അബ്ദുൾ റഹീം അങ്ങനെ വികാരവിക്ഷുബ്ധരായാണ് പുറത്തേക്ക് ഇറങ്ങിയതെന്ന് വേണം പറയാൻ. കണ്ണീരൊക്കെ തുടച്ച് സന്തോഷത്തിൽ കൈവീശിക്കൊണ്ട് വലിയൊരു 20 വർഷമാണ് റഹീം പിന്നിട്ടത്. മറുപടിയെല്ലാം ഒറ്റവാക്കിൽ ഒതുക്കി വളരെ നന്ദി എന്ന്. ഇതിലപ്പുറം എന്ത് സംസാരിക്കാനാണ്? 20 വർഷത്തെ കാത്തിരിപ്പ്. ജയിൽ മോചിതനായ അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നേരെ ഉമ്മയുടെ അടുത്തേക്കാണ്. മറ്റൊന്നിനും കാത്തു നിൽക്കാനോ സംസാരിക്കാനോ അവസരമില്ല എന്ന് നമുക്കറിയാം. ആ ഒരു ഒറ്റ വാചകത്തിലുണ്ട് പറഞ്ഞതും മനസ്സിലുള്ളതും പറയാനുള്ളതും എല്ലാം. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അബ്ദുൾ റഹീം വാഹനത്തിലേക്ക് കയറി. ഇനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിലും വലിയൊരു കാത്തിരിപ്പ് നടത്തുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് അവരൊക്കെ അബ്ദുൾ റഹീമിനെ സ്വീകരിക്കാനായി. എല്ലാവരെയും നോക്കി കൈവീശുകയൊക്കെ ചെയ്യുന്നു. ഉമ്മ കാത്തിരിക്കുകയാണ് റഹീം. ഇന്നലെ ഉമ്മയോട് സംസാരിച്ചപ്പോ റഹീമിനെ കണ്ടിട്ട് വേണം പെരുന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞു. എന്താ പറയാനുള്ള റഹീം? എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും അബ്ദുൾ റഹീം കയ്യിലൊരു തൂവാല കരുതിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഉപാധികളില്ലാതെ കണ്ണുനീരൊഴുകി ഇറങ്ങുമെന്നത് അബ്ദുൾ റഹീമിന് നേരത്തെ തന്നെ അറിയാം. ഈ കാലയളവിൽ അത്രയും അത് തന്നെയായിരുന്നല്ലോ. പലപ്പോഴും നാട്ടിലെത്തുമെന്ന് പറഞ്ഞത് വീണ്ടും മാറേണ്ടി വന്നിട്ടുണ്ട്. നാട്ടിലെത്താൻ കഴിയാതെ പോയി. മോചിതനാകുമെന്ന് പറഞ്ഞു, മോചിതനാകാതെ പോയി. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലത്തിന് ശേഷം ഇതാ നാട്ടിലെത്തി. അബ്ദുൾ റഹീം എല്ലാവരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വാഹനത്തിൽ വീട്ടിലേക്ക് പോവുകയാണ്.